ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഒരു വിൻറ്റേജ് ഡയറി ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് ഞാനിവിടെ 5 A4 പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ A4 പേപ്പർ ഇങ്ങനെ 4 ആയിട്ട് മടക്കണം. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബുക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എല്ലാ പേപ്പേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴയൊരു ബുക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ ബുക്കിൻ്റെ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പിച്ചി കീറി കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കീറി കൊടുക്കണം. ഇതുപോലെ നമുക്കിങ്ങനെ എല്ലാ സൈഡും ആക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ പേപ്പറും ഒന്നിങ്ങനെ കീറിയെടുക്കാം. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ വേഗം കീറിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കീറിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളും ഇതുപോലെ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടുക.
നമ്മുടെ പേപ്പേഴ്സ് ഈ പൊടിയിലേക്ക്, ഈ കാപ്പിപ്പൊടിയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പഴയ പുസ്തകത്തിൻ്റെ ചട്ട കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ പേജിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ബുക്കിൻ്റെ ചട്ട കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചട്ടയുടെ മുകളിൽ പശയാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഒക്കെ മേലുണ്ടാവുന്നതൊക്കെ ഇങ്ങനെ കൊടുന്ന് ഒട്ടിച്ച് വെക്കുകയാണ്. അങ്ങനെ ഈ കാർഡ്ബോർഡിൻ്റെ മേലെയുള്ള ഇതൊക്കെ ഇങ്ങനെ കുറേ പറിച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പേപ്പർ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉണങ്ങിയിട്ട് കിട്ടിയതാണിത്. ഫുള്ളപ്പോൾ അങ്ങനെ നേരെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ഓരോ പേപ്പറിൻ്റെയും അകത്തോട്ടാക്കിയിട്ട് ഓരോ പേപ്പേഴ്സ് ഇങ്ങനെ വെക്കാം. ഈ ഒരു സൈഡിൽ ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു വെള്ളമായതാണ്. നോക്കി ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയും എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ താനെ ഉണങ്ങിക്കോളും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിലൊന്നിങ്ങനെ വെച്ച് നോക്കാം, നേരെ ആയിട്ടുണ്ടാവും. ഇനി നമ്മളിതിങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലിങ്ങനെ ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് നല്ല ഇതിലിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ നടുവിൽ വെച്ചിരുന്ന പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബുക്കിൻ്റെ ഈ സെൻറ്ററിൽ വെക്കുക. ഇനി നമുക്ക് ത്രെഡ് വേണം, പിന്നെ ഒരു നീഡിലും വേണം. ഇനി നമുക്ക് ഈ ത്രെഡും നീഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ബുക്ക്. ഇതിനായിട്ട് നമ്മളിങ്ങനെ നീഡിൽ വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ബാക്കിലേക്ക് കുത്തണം. കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊരു കുത്തണം. ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊരു കുത്തുക. കുറച്ച് പണിയാണ്. അങ്ങനെ കുത്തി. ഇനി നമ്മൾ ബാക്കിൽ നിന്ന് മുന്നിലോട്ടാണ് കുത്തുന്നത്. ഇനി ബാക്കിലോട്ട്. ഈ മുന്നിൽ നിന്ന് ബാക്കിലോട്ട് കുത്താനാണ് കൂടുതൽ പണി. എന്നിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കുത്താം. നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങോട്ട് പോയി. ഇങ്ങനെ ലാസ്റ്റ് കുത്തി അങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ബൈൻഡ് ചെയ്തെടുത്തു. ബാക്കിൽ നിന്ന് അങ്ങനെ ഇത് ഇനി ഇവിടെ നേരെ മുറുക്കി കെട്ടി ഇതാക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ പിന്നെ ഇതിൻ്റെ അകത്തൂടെ. അപ്പോൾ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും കാണാൻ. അങ്ങനെ ഇങ്ങനായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. നല്ല മുറുക്കിയിട്ട് തന്നെ കെട്ടണം. അപ്പോൾ നമ്മൾ നമ്മുടെ ബുക്ക് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ സൈഡത്തെ ഒരു പേജ് എടുത്തിട്ട് ഇവിടെ ഈ ചട്ടയുടെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഈ ചട്ടയുടെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും കാണില്ല. ഇനി ഞാൻ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കയറെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.